ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് പ്രധാന നോട്ടിഫിക്കേഷനായിട്ടാണ്. ഒന്ന് നമുക്ക് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 6000 മുകളിൽ വേക്കൻസി ഉണ്ട്. അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ നോട്ടിഫിക്കേഷനാണ്. അതായത് NFRൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മുടെ സെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ. സെയിലിൽ നമുക്ക് ഏകദേശം 1000+ വേക്കൻസി അതിലും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ITI അതല്ലെങ്കിൽ +2 നിങ്ങൾക്ക് സയൻസ് എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഡിപ്ലോമ അതല്ലെങ്കിൽ ഡിഗ്രി തുടങ്ങിയിട്ടുള്ള വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. റീസെൻ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അവർ മെമ്പേഴ്സാണിട്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത ഉദ്യോഗാർത്ഥികളാണ്. അതുപോലെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് വീഡിയോസുള്ള സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസുള്ള സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീസെൻ്റ് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കണ്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ഡിഗ്രി ഓർ PG രണ്ടാമത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം 56 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ്. എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. താല്പര്യമുണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിച്ച് വീട്ടിലിരുന്ന് എക്സാം എഴുതാനുള്ള സ്കീം അതിലുണ്ട്, സ്കീം B. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം. പിന്നെ ഇവിടെ മെമ്പേഴ്സ് ഓൺലി കണ്ടില്ലേ, മെമ്പേഴ്സ് ഓൺലി സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം മെമ്പർഷിപ്പ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുത്തു വെച്ചോളൂ, നിങ്ങൾക്ക് യൂസ് ആകും. ഇത്തരം വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷനാണ്. ഒന്ന് നമുക്ക് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെയും ഒന്ന് നമ്മുടെ സെയിലിൻ്റെ നോട്ടിഫിക്കേഷനും. ഈ രണ്ട് നോട്ടിഫിക്കേഷനും നമ്മുടെ അപ്രന്റീസ്ഷിപ്പ് വേക്കൻസിയാണ്. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണേണ്ട, ഇതിൽ പല കാറ്റഗറി ഉണ്ട്. പിന്നെ ഇതിൽ അപ്രന്റീസ്ഷിപ്പ് റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ അത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ ഈ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഈ പറയുന്ന സെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അതായത് ഈ പറയുന്ന നിങ്ങൾക്കിവിടെ കാണാം സെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റൂർക്കേലുള്ള സ്റ്റീൽ പ്ലാന്റിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് റെയിൽവേയുടെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 27 ആണ്. ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റാണ് 27. ഈ ഡേറ്റിനാണ് ഇന്നാണ് അതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് കാണാം 19/8/2026. അതായത് ഓഗസ്റ്റ് നിങ്ങൾക്ക് 19 വരെ അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. 6777 വേക്കൻസിയിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈൻ അപേക്ഷ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാദമിക് മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. അതായത് നിങ്ങളുടെ എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഇൻ്റർവ്യൂയോ മറ്റ് എക്സാമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ പോയാൽ മതി. പിന്നെ റെയിൽവേയിൽ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയിലേക്കുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നുള്ളതും നമ്മൾ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്കെന്താണ് ഈ പറയുന്ന റെയിൽവേയിൽ നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് നിശ്ചിത വേക്കൻസി നമുക്ക് ഇതിൽ ഈ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ രീതിയിൽ നമുക്ക് ആ സാധ്യത കൂട്ടുമെന്നുള്ളതാണ്. ഗ്രൂപ്പ് ഡിയിലൊക്കെ കയറി പറ്റാൻ താല്പര്യമുള്ളവരൊക്കെ നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മോഡ് ഓഫ് സെലക്ഷൻ ആണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മറ്റു വേക്കൻസി മറ്റു കാര്യങ്ങളൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സാം ഇല്ലയെന്ന് പറഞ്ഞു. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കും ITIയുടെ മാർക്കും നോക്കും. അപ്പോൾ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് നോക്കും, ITIയുടെ മാർക്ക് നോക്കും. ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ആവറേജ് എടുക്കും. ITIയുടെയും 10ാം ക്ലാസ്സിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ അവർക്കാണ് ഇതിലേക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് നമുക്ക് ലബോറട്ടറി ടെക്നോളജി, അതായത് പത്തോളജി അതുപോലെ തന്നെ റേഡിയോളജി വരുന്നുണ്ട്. അതിലേക്ക് +2 ആണ് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത. അപ്പോൾ ഇവിടെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കും അതുപോലെ +2 സയൻസ് വേണം. അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ +2ലെ മാർക്കും വെച്ചിട്ടാണ് എന്ത് ചെയ്യുക നോക്കിയിട്ടാണ് ഈ പറയുന്ന ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ട്രേഡിലേക്ക് നിങ്ങൾ എടുക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഓരോ വേക്കൻസിയും അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളും നമ്പർ ഓഫ് വേക്കൻസി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ വിവിധ വർക്ക്ഷോപ്പ് ഒരു ഡിവിഷനിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്യാൻ പറ്റും. ഓരോ വർക്ക്ഷോപ്പിലും എത്ര വേക്കൻസി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് SC STക്ക് OBCക്ക് എത്ര വേക്കൻസി ഉണ്ട്, അതിൻ്റെ അനുബന്ധം 1 2 3 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അതൊക്കെ ഈ PDF തന്നെ ഉണ്ട്. പിന്നെ ആ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഡിവിഷൻ്റെ അഡ്രസ്സും ആണ് ഇവിടെ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കാം. അങ്ങനെ ടോട്ടൽ നമുക്ക് 6777 വേക്കൻസിയാണ്. മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ഇനി ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ട്രേഡ്, അതായത് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ പ്ലംബർ വിളിച്ചിട്ടുണ്ട്. പ്ലംബറിലേക്ക് പ്ലംബർ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 1 ഇയർ ആണ്. അതുപോലെ കാർപ്പൻറ്റർ ആണെങ്കിൽ കാർപ്പൻറ്ററിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് NCVT ആണെങ്കിലും പറ്റും, SCVT ആണെങ്കിലും പറ്റും കേട്ടോ. പിന്നെ അതുപോലെ വുഡ് വർക്ക് ടെക്നീഷ്യൻ, ഇങ്ങനെ ഇതെല്ലാം ഞാൻ വായിച്ചാൽ തീരുവില്ല, അത്രയുണ്ട്. പിന്നെ അതിൻ്റെ പീരീഡ് ഓഫ് ട്രെയിനിങ് ആണ് ഇവിടെ. മിനിമം എത്ര ഇയർ നിങ്ങൾക്ക് പീരീഡ് ആ ഒരു ട്രെയിനിങ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സലൻസ്
സ്കീം, അതായത് സെൻറ്റർ ഓഫ് എക്സലൻസ് സ്കീമിൻ്റെ കീഴിൽ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്തവർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ബാക്കിയുള്ളതൊക്കെ IT ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ താഴോട്ട് പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾ PDF നോക്കുക. PDF-ൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വീഡിയോ മുഴുവനായിട്ടും കാണും കേട്ടോ. അപ്പോൾ എല്ലാ കാറ്റഗറിയും ഉണ്ട്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഈ പറയാം, അതുപോലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ നിങ്ങൾക്ക് സർവേയർ അങ്ങനെ തുടങ്ങിയിട്ട് കാർപ്പൻറ്റർ, പ്ലംബർ എല്ലാ കാറ്റഗറി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ വെൽഡർ, അതുപോലെ തന്നെ മെഷീനിസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇവിടെയാണ് നിങ്ങൾ IT കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേക്കൻസി വന്നിരിക്കുന്ന ട്രേഡാണ്. ഇവിടെ നമുക്ക് IT കഴിഞ്ഞിരിക്കേണ്ട ട്രേഡാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പറയുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ് സ്കീമിലൂടെ നിങ്ങൾ അങ്ങനെയുള്ള ബേസിക് കോഴ്സൊക്കെ പഠിച്ച് അങ്ങനെയുള്ളവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അഡ്വാൻസ് വെൽഡർ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ കാണാം അങ്ങനെയുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇവിടെ കണ്ടോ. ഓക്കെ, വുഡ് വർക്ക്, ഫിറ്റർ, കാർപ്പൻറ്റർ, വെൽഡർ ഇതൊക്കെ വേക്കൻസികൾ നിങ്ങൾക്കിവിടെ വിവിധ ട്രേഡുകളുണ്ട്. ഞാൻ ഇത്രയും സ്പീഡിലാക്കിയിട്ട് തന്നെ അത് തീരുന്നില്ല. ഇനി മെഡിക്കൽ കാറ്റഗറിയിലേക്കാണ് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിങ്ങൾക്ക് ഈ പറയുന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, പാത്തോളജി, റേഡിയോളജിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് മിനിമം 50% മാർക്കോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന +2 പാസ്സായിരിക്കണം. +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി നിർബന്ധമായിട്ട് നമ്മൾ +2 ലെവലിൽ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അവർക്ക് ഡ്യൂറേഷനിൽ വ്യത്യാസമുണ്ട്. 1 year and 3 months ഡ്യൂറേഷനാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അങ്ങനെ സ്റ്റോർസ് അങ്ങനെ എല്ലാത്തിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വിവിധ ട്രേഡുകളുണ്ട്. ട്രേഡുകളൊക്കെ നിങ്ങൾ നോക്കുക. എല്ലാം ഞാൻ റീഡ് ചെയ്താൽ 2 നോട്ടിഫിക്കേഷനൊക്കെ ആയതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ ഒരു 3ാമത്തെ കോളത്തിൽ വരുന്ന ഇതാണ് നമ്മൾ IT കഴിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഇവിടെ നമുക്ക് 2ാമത്തെ കോളം എന്ന് പറയുന്നത് നമുക്ക് ഏത് ട്രേഡിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 3ാമത്തെ കോളം എന്ന് പറയുന്നത് നമുക്ക് IT കഴിഞ്ഞിരിക്കേണ്ട കോളങ്ങളാണ്. ഓക്കെ, അതല്ലെങ്കിൽ +2. ഓക്കെ, ഇതൊക്കെ +2 ആണ് ഈ 2 പിന്നെ 4ാമത്തെ ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ഇയർ ആണ് ഡ്യൂറേഷൻ, ട്രെയിനിങ് ഡ്യൂറേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അതുപോലെ അത് പാത്തോളജി ആണെങ്കിലും അതുപോലെ റേഡിയോളജി ആണെങ്കിലും നിങ്ങൾക്ക് +2-ലും 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 10th-ലും 50% മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, എന്നാൽ ബാക്കിയുള്ള എല്ലാ പോസ്റ്റിലേക്കും, അതായത് മറ്റുള്ള IT യോഗ്യത ആവശ്യമുള്ള ട്രേഡുകളുണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 50% മാർക്ക് മതി. IT എന്ന് പറയുന്നത് ജസ്റ്റ് പാസ്സായാൽ മതി കേട്ടോ. ഓക്കെ, അതിൽ നമുക്ക് ഇത്ര മാർക്ക് വേണം എന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ പാസ്സായിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ 10th-ൽ നമുക്ക് എന്ത് വേണം, ഈ പറയുന്ന 50% മാർക്കോടുകൂടി 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ SC ST PWBD കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ 10ാം ക്ലാസ്സിൽ 50% മാർക്ക് വേണമെന്നുള്ള ആ ഒരു എന്താണ് ക്രൈറ്റീരിയ ഇവിടെ പറയുന്നുണ്ടല്ലോ. 50% മാർക്ക് 10ാം ക്ലാസ്സിൽ വേണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ഈ പറയുന്ന SC ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് പാസ്സായാൽ മതിയിട്ട്. അവിടെ അത്ര % മാർക്ക് വേണമെന്നില്ല, അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ നിർബന്ധമായിട്ടും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണം. ചില മാർക്ക് ഷീറ്റ്, അതിലെ പ്രൊഫഷണൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഫൈനൽ IT സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ്, കൺസൾട്ടൻ്റ് മാർക്ക് ഷീറ്റ് ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന +2 ഒക്കെ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ +2 ആണ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ +2ൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. എലിജിബിലിറ്റി കണ്ടീഷനിൽ മിനിമം ഏജ് 15 പൂർത്തിയായിരിക്കണം. മാക്സിമം 24 വയസ്സിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ക്ലോസിംഗ് ഡേറ്റ് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 27 വയസ്സിൽ അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ 29 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ദെൻ PWBD കാൻഡിഡേറ്റ്സിൽ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 10 years അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്, നെക്സ്റ്റ് സർവീസിനൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ റിസർവേഷനൊക്കെ കിട്ടണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, വാലിഡ് ആയിട്ടുള്ള. പിന്നെ അപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നത്. പിന്നെ SC ST അതുപോലെ PWBD അതുപോലെ EBC അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇവർക്കൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ടതില്ല. അപ്പോൾ EBC എന്ന് പറയുന്നത് നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കും. നമ്മൾ റെയിൽവേയിലും വരാറുണ്ട്. റെയിൽവേൻ്റെ പെർമനൻറ്റ് എക്സാമിനേഷനിൽ പെർമനൻറ്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ വരാറുണ്ട്. അതായത് EBC എന്ന് പറയുന്നത് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, അത് ആരുമാകാം. അതായത് ലെസ് 50,000 എന്ന് പറയുന്ന ഈ ഒരു എന്താണ് എമൗണ്ടിന് താഴെ വാർഷിക വരുമാനമുള്ള കാറ്റഗറിയിൽ ഉള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് EBC ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യേണ്ട, ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ്, പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഓൾറെഡി ഫീ റിലാക്സേഷൻ ഉണ്ട്. SC ST PWBD കാൻഡിഡേറ്റ് ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീ റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിലൊന്നും പെടാതെ മെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ EBC ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് BPL കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ട് പ്രൂഫായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വാലിഡ് ആയ ലിമിറ്റഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അനുബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്, അതേ സെയിം ഫോർമാറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അപ്ലിക്കേഷൻ മോഡിഫിക്കേഷന് നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് ചെയ്യാം. അതിന് ഓരോ
കറക്ഷനിലും 50 രൂപ ചാർജായിട്ട് പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യുക. പിന്നെ കറക്ഷൻ നിൽക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ പോർട്ടലിൽ കാര്യങ്ങൾ കാണുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ട് കളർ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് വെച്ചാൽ മാർക്ക് ഷീറ്റ്, നമ്മളെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും 10th മുതൽ എന്തൊക്കെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ മാർക്ക് ഷീറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങൾ IT ആണെങ്കിൽ IT, പിന്നെ അതുപോലെ തന്നെ SC ST OBC അങ്ങനെയുള്ള കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ. പിന്നെ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഓക്കെ. പിന്നെ EBC ആണെങ്കിൽ നിങ്ങൾക്ക് ഫീൽ റിലാക്സേഷൻ വേണമെങ്കിൽ EBC ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർ ചെയ്താൽ മതി, ആവശ്യമുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് ആൻഡ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം, നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയുക 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ട്രെയിനിങ് ആൻഡ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 9600 ആണ് ഇപ്പോൾ IT ട്രേഡ് അപ്രൻറ്റീഷിപ്പിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് നിങ്ങൾ 2 ഇയർ ഡ്യൂറേഷനൊക്കെ ആണെങ്കിൽ ഒരു 10% ഇൻക്രീസ് ആകും, 10,560 വരും. ദെൻ 3 ഇയർ ഡ്യൂറേഷനൊക്കെ ആണെങ്കിൽ 11,40 വരും. അപ്പോൾ അതൊക്കെ ഡിപ്പെൻസ് ഓൺ എന്താണ് നമ്മൾ മുകളിൽ പറഞ്ഞില്ല, നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ട്രെയിനിങ്, അതിൽ നോക്കിയാൽ മതി. അപ്പോൾ അതിന് കൂടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. 1 ഇയർ ആണെങ്കിൽ നമുക്ക് വെറും മന്ത്ലി 9,600 ലഭിക്കുക. അപ്പോൾ ഈ എമൗണ്ട് വെച്ചിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും അപ്രൻറ്റീഷിപ്പിനെ വളരെ നിസ്സാരമായിട്ട് കാണുന്നത്. ആക്ച്വലി അപ്രൻറ്റീഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കോഴ്സ് കഴിഞ്ഞ് നമുക്ക് എന്താണ് ട്രെയിനിങ് തരികയാണ്, പ്രാക്ടിക്കലായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അതും ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഇത്തരം വലിയ സെക്ടറുകളിലൊക്കെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അത് ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ അത് നമുക്കൊരു സഹായമാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഏജൻസികളിലൊക്കെ നമ്മൾ അപ്രൻറ്റീഷിപ്പിന് പോകുകയാണെങ്കിൽ അവർ മേ ബി നമുക്ക് അത്ര അങ്ങോട്ട് ഫണ്ട് ചെയ്യില്ല. നമ്മൾ രജിസ്ട്രേഷൻ ഫീ ഒക്കെ വലിയ എമൗണ്ട്, അല്ലെങ്കിൽ നമ്മളവിടെ അങ്ങോട്ട് മാസത്തിൽ ഇത്ര എമൗണ്ടൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തരുന്നു. എന്നിട്ട് നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നു. അത് നമുക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ട് ഒക്കെ നമുക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് ചെയ്യാത്തതുണ്ട് മാക്സിമം ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്ക് റെയിൽവേയിലൊക്കെ ആണെങ്കിൽ അത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് അതായത് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇനി ഇവിടെ ഹോസ്റ്റൽ അക്കോമഡേഷനോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു എമൗണ്ട് നമുക്ക് എന്തിനാണ് തരുന്നത് വെച്ചാൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലല്ല സ്റ്റൈപ്പൻഡ്. പിന്നെ നമ്മൾ പറഞ്ഞില്ല ഓരോ ഡിവിഷനിലും SC ST OBC ജനറൽ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതായി ഒരു PDF തന്നെ കിട്ടും കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാവുന്നതാണ്. പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയും കാര്യങ്ങളൊക്കെ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് PDF-ൽ. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന റെയിൽവേയുടെ ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസിയിലേക്ക്, അതായത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയിലേക്ക് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഉണ്ട്. അവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിലേക്കാണ് വരും. അവിടെ കാണാം നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ NFR എന്ന് പറയുന്നത് ആക്ട് അപ്രൻറ്റീസ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ഇനി ഇതിവിടെ നമ്മൾ ഓരോ പോസ്റ്റും അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് താഴോട്ടാണ് വരും കേട്ടോ. താഴോട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഇവിടെ കണ്ടോ നിങ്ങൾക്ക് 96 പേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് NFR എന്ന് ഇവിടെ നമ്മുടെ ഇതിൽ സെർച്ച് ബാർ ഉണ്ട് നമ്മുടെ പേജ് ഇതിൽ വെബ്സൈറ്റിൽ, അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാനിതാ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഈ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ NFRൻ്റെ പോസ്റ്റ് ഓപ്പൺ ആയി വരും. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മറ്റു ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരാം. ഏറ്റവും താഴേക്ക് വന്നാൽ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ നേരെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൻ്റെ അവിടെ ലിങ്ക് ഓപ്പൺ ആക്കാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് NFRൻ്റെ പോർട്ടലിലൂടെ അപ്ലൈ ചെയ്യേണ്ട പോർട്ടലിലൂടെ ഓപ്പൺ ആയി വരും. ഇവിടെ കാണാം പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. എൻഗേജ്മെൻറ്റ് ഓഫ് ആക്ട് അപ്രൻറ്റീസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണാം ഹൗ ടു അപ്ലൈ എന്നുള്ളതിൽ ജസ്റ്റ് നമ്മൾ മൗസ് ഒന്ന് കൊണ്ടുവച്ചാൽ തന്നെ സ്റ്റെപ്പ് 1 രജിസ്റ്റർ യുവർ സെൽഫ്, രണ്ടാം സ്റ്റെപ്പ് 2 ലോഗിൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ രജിസ്റ്റർ യുവർ സെൽഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ റെയിൽവേയുടെ പെർമനൻറ്റ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 ടൈം ചെയ്തില്ല, അതുപോലെ തന്നെ അത് സെയിം മാതൃകയാണ് നിങ്ങൾക്ക് ആ ഒരു ഫോം. അപ്പോൾ അതിൽ നമ്മൾ ഏതാണ് നാഷണാലിറ്റി,
നമ്മുടെ പേര്, ഇതൊക്കെ നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് അതേപോലെ നമ്മൾ കൊടുക്കണം. 10th സർട്ടിഫിക്കറ്റ് എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതിനനുസരിച്ച് നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ മാനുവലി ഇവിടെ എന്ത് ചെയ്യണം, ഒരു പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ മെയിൽ ഐ ഡിയും ഇതൊക്കെ കൊടുത്ത് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ പ്രിവ്യൂ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് നമുക്ക് നമ്മുടെ പ്രിഫറൻസിന് അനുസരിച്ച് ഏതൊക്കെ വർക്ക്ഷോപ്പിലേക്കാണ് നമുക്ക് ആദ്യം വേണ്ടതെന്ന് നമുക്ക് അനുസരിച്ച് ഒറ്റ അപേക്ഷയിൽ തന്നെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു പോകണം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടായാലും നിങ്ങൾ ഡയറക്റ്റ് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വിളിച്ചിട്ട് കാര്യം ഉണ്ടായാലും വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് തരുമെന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്ത് നിങ്ങൾ അങ്ങനെ പോയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് കാണിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെയിലിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഞാനിതൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഇനി സെയിലിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പം അത് കംപ്ലീറ്റ് ചെയ്തു റെയിൽവേയുടേത്. ഇനി നമുക്ക് റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ സെയിലിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്കും അപ്രൻറ്റീസ്ഷിപ്പ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് കണ്ടോ ട്രേഡ് അപ്രൻറ്റീസസ് എന്ന് പറഞ്ഞ കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട യോഗ്യത ട്രേഡ് അപ്രൻറ്റീസസിലേക്ക് 421 വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് വേറെ ഉണ്ട്, ഗ്രാജുവേറ്റ് ഉണ്ട്, ഞാൻ പറയാം. അപ്പോൾ ട്രേഡ് അപ്രൻറ്റീസസ് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് സീരിയൽ നമ്പർ 1 to 18 വരെ വിവിധ ട്രേഡുകളുണ്ട്. AOCP, കോപ്പ, ഡീസൽ മെക്കാനിക് എല്ലാം ഞാൻ വായിക്കുന്നില്ല, ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിലേക്ക് നമ്പർ ഓഫ് വേക്കൻസി എത്ര ഉണ്ട് ഓരോന്നിലും നിങ്ങൾക്കിവിടെ കാണിച്ചിട്ടുണ്ട്. 421 വേക്കൻസി ഉണ്ട്. ITI പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത. ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 10,560 രൂപയാണ് പെർ മന്ത്ലി നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സ്റ്റൈപ്പൻഡ് എമൗണ്ട് എന്ന് പറയുന്നത്. കോപ്പയാണെങ്കിൽ കോപ്പയ്ക്ക് കുറച്ച് കുറയും, 960 എന്ന് പറയുന്ന എമൗണ്ടാണ് ലഭിക്കുക. ഓക്കെ, ഇനി ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ഓർ ടെക്നീഷ്യൻ അപ്രൻറ്റീസ് 2 കാറ്റഗറിയാണ്. അപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ദെൻ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ ഡിപ്ലോമയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടോ സെറാമിക് ടെക്നോളജി, അതിൽ നിങ്ങൾക്ക് ഡിപ്ലോമയിൽ 5 വേക്കൻസി, ഡിഗ്രിക്ക് 5 വേക്കൻസി, ഡിഗ്രിക്കാർക്ക് 5, ഡിപ്ലോമക്കാർക്ക് 5. കെമിക്കലിൽ ഡിപ്ലോമക്ക് 10, ഡിപ്ലോമക്ക് ഡിഗ്രിക്കാർക്ക് 10. സിവിലിൽ ഡിപ്ലോമക്കാണ് കൂടുതൽ 40 വേക്കൻസി, ഡിഗ്രിക്കാർക്ക് 10. അപ്പോൾ ഇതിലെങ്ങനെയാണ് യോഗ്യത എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇപ്പോൾ കെമിക്കലിൽ നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് 10 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ 10 വേക്കൻസി ഉണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്യാം. സിവിലിൽ നിങ്ങൾക്ക് സിവിലിൽ ഡിപ്ലോമ ഉള്ളവർക്ക് 40 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. സിവിലിൽ നിങ്ങൾക്ക് BA BTech ഉള്ളവർക്ക്, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് നിങ്ങൾക്ക് 10 വേക്കൻസി ഉണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഡിഗ്രി ഓർ ഡിപ്ലോമ നിങ്ങൾക്ക് ഈ പറയുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിനിൽ ഒന്നെങ്കിൽ ഡിഗ്രിയോ, എല്ലാം ഞാൻ വായിക്കുന്നില്ല, ഒന്നെങ്കിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡിസിപ്ലിനിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസി ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്ക് 12,300 സ്റ്റൈപ്പൻഡ്, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 10,900 വരിക. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമ ഡിഗ്രിയിൽ തന്നെ ചിലത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ഒന്നും ഡിപ്ലോമ വേക്കൻസി ഇല്ല കേട്ടോ. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഡിപ്ലോമക്കാർക്ക് വേക്കൻസി ഇല്ല. അപ്പം അവിടെ ബ്ലാങ്കായി കിടക്കുന്നത് വേക്കൻസി ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളതിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് മറ്റ് നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറി ഉള്ളതാണ്. അതായത് ഈ പറയുന്ന BA, BSc, BCom, BCA, അതുപോലെ BBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അവിടെ സബ്ജക്റ്റ് ഒരു മാറ്റർ അല്ല. ഈ പറയുന്ന ജസ്റ്റ് ബാച്ചിലർ ഓഫ് ആർട്സ്, ബാച്ചിലർ ഓഫ് സയൻസ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് കോമേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ BCA, ഓക്കെ, ഇതൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ GNM ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയിൽ. പിന്നെ അതുപോലെ ഫിസിയോതെറപ്പിയിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അവർക്ക് ഡിപ്ലോമക്കാർക്കാണ്, ഡിഗ്രിക്കാർക്ക് അതിൽ വേക്കൻസി ഇല്ല. പിന്നെ DMLTയിൽ 6 വേക്കൻസി, DRTയിൽ 4 വേക്കൻസി, DXT 10 വേക്കൻസി, പിന്നെ DOTTയിൽ നിങ്ങൾക്ക് 4 വേക്കൻസി, പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിങ്ങൾക്ക് 10 വേക്കൻസി, ആ ഡിഗ്രി വേണം. ഓക്കെ, പിന്നെ DP നിങ്ങൾക്ക് ഈ പറയുന്ന ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, 6 വേക്കൻസിയാണ്, ഡിപ്ലോമ ഇൻ ഫാർമസിയാണ്. ഓക്കെ, 6 വേക്കൻസിയാണ്. ഓക്കെ, ഇപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൽ നിങ്ങൾക്ക് PGDC പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിക്കാർക്ക് 12,30, ഡിപ്ലോമക്കാർക്ക് 10,900. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ആയാൽ മതി. ഇവിടെ BA ഹിസ്റ്ററിയോ BA എക്കണോമിക്സോ നിങ്ങൾക്ക് BA ഇംഗ്ലീഷോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അവിടെ സബ്ജക്റ്റ് മാറ്റർ അല്ല. ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന വേക്കൻസിയിലേക്ക് അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് ലാസ്റ്റ് 5 years കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഈ 5 നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 5 വർഷം പിന്നിടാൻ പാടില്ല എന്നുള്ളതാണ്. അത് 2022 ഡിപ്ലോമ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 2023 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 24, 25, 26 ഈ പറയുന്ന ഏതെങ്കിലും വർഷങ്ങളിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഒക്കെ പാസ് ഔട്ട് ആയവരാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളൂ. അതല്ല 2021 20 ഒന്നും പാസ് ഔട്ട് ആയവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് 5 വർഷം പിന്നിടാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. പിന്നെ ഓൾറെഡി നിങ്ങൾ എന്താണ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക്
അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് കഴിഞ്ഞവർക്കോ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 വയസ്സായിരിക്കണം, മാക്സിമം 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 31 ഓഗസ്റ്റ് 2026 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നാപ്സ് വഴിയും അതുപോലെ തന്നെ നാറ്റ്സ് വഴിയാണ്. അപ്പോൾ അതായത് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നാപ്സ് അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നാപ്സ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി അതല്ലെങ്കിൽ ഡിപ്ലോമ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നാറ്റ്സ് NATS ആണ് കേട്ടോ. NATS ഇത് രണ്ടും ഞാൻ കാണിക്കട്ടെ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത്. അപ്പോൾ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ നാപ്സിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, ഈ സെയിൽ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതുവഴി നമ്മൾ അപ്ലൈ ചെയ്യണം. എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇനി ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർ നാറ്റ്സിൽ NATSൽ കയറിയിട്ട് ഈ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സെലക്ട് ചെയ്ത് അതുവഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് വോക്കിൻ സെലക്ഷനാണ്. വോക്കിൻ സെലക്ഷനിൽ പങ്കെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഓരോ ട്രേഡും ഓരോ ഡിസിപ്ലിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം 1/9 ടു നിങ്ങൾക്ക് ഇവിടെ കാണാം 3/9. ഈ പറയുന്ന ഡേറ്റുകളിൽ നിങ്ങൾക്ക് ഏത് ഡേറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആ ഡേറ്റും കാര്യങ്ങളും വെന്യൂം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൽ വഴി വരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഈ പറയുന്ന ഡ്യൂറേഷനിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു ഡേറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ട്, ആ ഡേറ്റിനെ പോകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെ കോമൺ ആയിട്ട് ഡേറ്റോ നമുക്ക് പ്രത്യേകമായിട്ടൊരു ഡേറ്റ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഈ കോമൺ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകാം, അത് വോക്കിൻ സെലക്ഷന് പോകാം. അത് ഇതിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാം നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ടാണ് സെലക്ഷൻ. 9 to 10, 30 എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് ടൈമാണ്. അതിൻ്റെ ഇടയിൽ അവിടെ എത്തണം. ഇനി ഇവിടെ ഇപ്പോൾ ഫിറ്റർ ടൂൾ ആൻഡ് ഡൈ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ നോക്കണം. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സെപ്റ്റ് 6/9. ഈ 6/9 എന്ന് പറയുന്നത് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ഓക്കെ, ഈ 6/9 അവിടെ ലീവാണ്, ഓഫാണ്. ആ 6/9/2026 നിങ്ങൾ പോയിട്ട് കാര്യമില്ല. അതുപോലെ ചിലതിലൂടെ കൊണ്ടുവന്നത് 13/9 ഇതിൽ പോകരുത്. 12 to 15 വരുമ്പോൾ അതിൻ്റെ ഇടയിൽ 13 എന്താണ് ലീവാണ്, അവിടെ ആ സമയത്ത് പോകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ 19 to 22 നിങ്ങൾ 20 എന്ന് പറയുന്ന ഡേറ്റിലും പോകാൻ പാടില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഡിഗ്രി മറ്റു ഇതാണ് BCA BA എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഡേറ്റിനാണ് പോകേണ്ടത്. റിപ്പോർട്ടിംഗ് ടൈം എല്ലാം സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ വോക്കിൻ വെന്യൂ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സെൻട്രൽ റിക്രിയേഷൻ റൂം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ട്രെയിനീസ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് റുക്കേല എന്നൊക്കെ കാണാൻ ഒഡീഷയിലാണ്. ഈ ഒരു അഡ്രസ്സിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്, വെന്യൂവിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് വോക്കിൻ സെലക്ഷന്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സബ്മിഷൻ നമ്മൾ വോക്കിൻ സെലക്ഷന് പോകുന്ന സമയത്ത് നമ്മൾ TC എന്തായാലും കൊണ്ടുപോകണം. അതായത് ലാസ്റ്റ് പഠിച്ചത് എവിടെയാണോ അവിടെ നമ്മൾ TC വാങ്ങണം. ആ TC നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. അത് പിന്നെ നമുക്ക് അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ അവർ തിരിച്ചു തരുള്ളൂ. അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അത് നമ്മുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പാസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. SC OBC ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണം. പിന്നെ ആധാർ കാർഡ് അല്ലെങ്കിൽ അതിനുള്ള ഏതെങ്കിലും ID കാർഡ് വേണം. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് വേണം എന്നുള്ളതാണ്. മെഡിക്കൽ നമ്മൾ ഫിറ്റ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള. പിന്നെ നാപ്സ് ആൻഡ് നാറ്റ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ കോപ്പി നമ്മൾ ആ ഒരു പ്രൊഫൈൽ എടുത്ത് പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. പ്രൊഫൈൽ ഓപ്പൺ ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ കോപ്പി നമ്മളെ കയ്യിൽ വേണം. പിന്നെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 26 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടായിരിക്കും. അതായത് 10th ക്ലാസ്സിൻ്റെ മാർക്ക് നോക്കും. അതുപോലെ തന്നെ ഏതാണോ നമ്മൾ അപ്ലൈ ഡിഗ്രി വെച്ചിട്ടാണ് ഡിഗ്രിയുടെ മാർക്ക് നോക്കും. ഡിപ്ലോമ വെച്ചാൽ ഡിപ്ലോമയുടെ IT ആണെങ്കിൽ IT. അപ്പോൾ 10th ക്ലാസ്സിൻ്റെ അത് 10ാം ക്ലാസ്സിൻ്റെ ഇത് വെയിറ്റേജ് വരുന്ന 30%. ബാക്കി നമ്മുടെ അക്കാദമിക് ക്വാളിഫിക്കേഷനിൽ നമുക്ക് വരുന്ന, അതായത് ഏതാണോ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതിൻ്റെ 70% ഇതിലിടുന്നത്. അങ്ങനെ അതും രണ്ടും കൂടെ നോക്കിയിട്ടാണ് നമുക്ക് ഫൈനലി നമ്മൾ ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്, മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. വേറെ നമുക്ക് എക്സാമോ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അക്കോമഡേഷനോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ലിങ്ക് തരും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ജോബ്സിൻ്റെ പേജിലേക്കാണ് വരിക. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ നിങ്ങൾക്ക് സെയിൽ RSP അപ്രൻറ്റീസ് റിക്രൂട്ട്മെൻ്റ് ആണിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് അവിടെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇനി ഇവിടെ കണ്ടില്ലേ, ഇത് താഴത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് പേജ് മാറ്റിയിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് നോക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ പുതിയ ആർട്ടിക്കിൾ എഴുതി ഇടുന്ന സമയത്ത് നമുക്ക് അത് അടിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് സെയിൽ RSPയുടെ ഇത് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ നമുക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഡേറ്റും ക്വാളിഫിക്കേഷൻ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫോമിൽ ഇപ്പോൾ IT കഴിഞ്ഞവരാണെങ്കിൽ അവർ നാപ്സ് എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഞാൻ നാപ്സ്. അപ്പോൾ നമ്മൾ IT കഴിഞ്ഞവരാണെങ്കിൽ നാപ്സ് എന്നുള്ളത് ഓപ്പൺ ആക്കുക. ഓക്കെ, അപ്പോൾ നാപ്സ് എന്നുള്ള ഓപ്പൺ ആക്കുമ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടൽ. അപ്പോൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ലോഗിൻ രജിസ്റ്റർ എന്നുള്ളത് കാൻഡിഡേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മളിതിൽ ലോഗിൻ ആസ് കാൻഡിഡേറ്റ്സ് എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ് കൊടുത്തിട്ട് IT സ്റ്റുഡൻറ്റ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ IT രജിസ്റ്റർ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഡാറ്റ ഫെച്ച് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് പോകാവുന്നതാണ്.
ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ട് അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്രൻറ്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ജസ്റ്റ് ഞാൻ സെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. സെയിലിൻ്റെ നോട്ടിഫിക്കേഷനോട് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്കത് കോപ്പി ചെയ്യാം. ആ ഒരു ടേം നമുക്കിവിടുന്ന് ആ ഒരു എന്താണോ നമ്മളിതിൽ അടിച്ചു കൊടുക്കേണ്ടത് വെച്ചാൽ അത് നമുക്കിവിടുന്ന് ഇതാണ് നമ്മൾ സെയിൽ. ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്യാണ് എളുപ്പത്തിന് വേണ്ടി. സെയിൽ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നിട്ട് ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ നാപ്സിലേക്ക് വീണ്ടും വരിക. ഇവിടെ കണ്ടോ സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഈ സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നമ്മൾ അവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലോഡായി വരും. ഇവിടെ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ ലിങ്കുകൾ വന്നു അടിയിൽ. ഇപ്പോൾ ഞാൻ സെയിൽ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് അടിച്ചവിടെ കണ്ടോ സെയിൽ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം മെക്കട്രോണിക്സ് അതുപോലെ എനിക്ക് എല്ലാവിധ ട്രേഡുകൾ ഇതവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത പോസ്റ്റഡ് ഡേറ്റ് തുടങ്ങും 15/2026 അപ്പോൾ അത് നോക്കണം കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ടൂൾ ആൻഡ് ഡേ ആണ്. ജസ്റ്റ് ഞാൻ ഒറ്റ ക്ലിക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ലോഗിൻ ചെയ്യാനാണ്. നിങ്ങൾ ഓൾറെഡി ലോഗിൻ ആണെങ്കിൽ നിങ്ങൾക്ക് 1-2 ക്ലിക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന കാൻഡിഡേറ്റ്സ്, അതായത് ഇപ്പം ഡിപ്ലോമ അതല്ലെങ്കിൽ ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി, എഞ്ചിനീയറിംഗ് ആണെങ്കിലും നോൺ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിലും ഇനി ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും മറ്റ് ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും നാറ്റ്സ് ആണ് ഓപ്പൺ ആക്കേണ്ടത്. നാറ്റ്സ് ഓപ്പൺ ആക്കുക. അല്ലാതെ വേറെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പോർട്ടലൊന്നുമില്ല. ഇതുവഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നാറ്റ്സ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. മുകളിൽ സ്റ്റുഡൻറ്റ് ഇതിൽ നമ്മൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ റെഗുലർ സ്റ്റുഡൻസ് ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിത് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള സെലക്ട് ചെയ്യാം ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ അപ്പാർ ഐ ഡി ഒക്കെ വേണം. അപ്പാർ ഐ ഡി ഒക്കെ വളരെ സിമ്പിളാണ്. ക്രിയേറ്റ് അപ്പാർ ഐ ഡി എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൻ്റെ തന്നെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തു തരും. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് റിസ്ക് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, ഞാൻ ലിങ്ക് തന്ന അവിടെ തന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ വേണം അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഐ ബട്ടണിൽ ഇട്ടുതരാം. വേണം അപ്പാർ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് യെസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ മെയിൽ ഐ ഡി മൊബൈൽ നമ്പറൊക്കെ വെരിഫൈ ചെയ്ത് നമ്മൾ അങ്ങനെ പോകണം. രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നമ്മൾ നാറ്റ്സ് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ആക്കി തരാം. നാറ്റ്സിൽ ക്ലിക്ക് ചെയ്യാം. നാറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടോ നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റെഗുലർ സ്റ്റുഡൻറ്റ് അതിൽ നമ്മൾ സ്റ്റുഡൻറ്റ് ലോഗിൻ കാണാം. നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ സെയിലിൻ്റെ അത് കാണാം. ഓക്കെ, സെയിലിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതവിടെ ഇവിടെ കാണാം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നിട്ട് ഇവിടെ കാണാം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിങ്ങൾക്ക് ഫൈൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ വന്നിരിക്കുന്ന വേക്കൻസി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആ വേക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാം. താങ്ക്